പറഞ്ഞു. അപ്പൊ അങ്ങനെ ടൈൽസൊക്കെ മാറ്റി പണ്ടോല് ഷെഫ് മോനെ എന്ന് വിളിച്ച് നടക്കുന്ന സമയത്ത് കണ്ടതാ. അപ്പൊ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ? റൗണ്ട് കണ്ട് പറ്റും. ഇനി നമുക്ക് ചതുരത്തിലാക്കാച്ചിട്ടാണേ. ഒരു പ്ലേറ്റ് പൊങ്ങുന്ന സൗണ്ടാണ്. നമ്മളെ ടൈൽസിന്റെ പണിക്കാരട്ടോ റിനീഷ്. നമ്മളെ ടൈൽസ് ഒക്കെ ഈസിഞ്ചി ഒക്കെ കൊടുത്തു വെച്ചിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഒരേ ലെവലിലേക്ക് ആവാൻ വേണ്ടിട്ട് ഇതിങ്ങനെ തിരിച്ച് സെറ്റാക്കി വെക്കുന്നത് അപ്രോക്സിമേറ്റുള്ള ഗ്യാപ്പിന് വേണ്ടിട്ടുള്ള ശ്രദ്ധിച്ചില്ല. ഇട്ടിലേക്ക് അളക്ക്. അണ്ണന് സാഹസികമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ പഴയതുപോലെ ആക്കി. ഇപ്പം ഇന്നലെ സാധനങ്ങളും എല്ലാതും കൊടുന്ന് എല്ലാതും അറേഞ്ച് ചെയ്ത് ഒക്കെ അടുക്കി പെറുക്കി വെച്ചു, പഴയ പോലെ ആക്കി വെച്ചു. ഭയങ്കര ആശ്വാസം കിടക്കുമ്പോഴൊക്കെ. മറ്റേത് ഇവിടെ മണ്ണും പൊടിയും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഇതിങ്ങനെ ആയിട്ട് വന്നാലല്ലേ നമുക്കൊരു സമാധാനം. ഒരു മാസം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അതിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു 3-3.5 ലക്ഷം അങ്ങനെയൊക്കെ വിചാരിച്ച് അതിപ്പോൾ 6 ലക്ഷം ആയിട്ടോ. ഇനിയും കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയുമോ പൈസ ഉള്ളവർക്ക് എന്തും കാട്ടാം, പൈസ കൊണ്ടൊക്കെ ധാരാളിത്തം കാട്ടുകയാണ് അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളെ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാനും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നില്ല. ആരും അങ്ങനെ തന്നെയാണ്. പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ എടുത്തു വെച്ചിട്ടും കാര്യമില്ല. ഇപ്പം ഞങ്ങളും എടുത്ത് ഒരുപാട് പൈസ ഉണ്ടായാൽ ഇന്നിങ്ങനെ എടുത്ത് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഉള്ള പൈസ കൊണ്ട് അങ്ങോട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ആക്കിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട് ഇത് ധാരാളിത്തമായിട്ടൊന്നും കാട്ടിയിരിക്കുകയല്ല. അതായത് വലിയൊരു അലങ്കാരമാക്കണം എന്ന് വിചാരിച്ചിട്ട് കാട്ടിയിരിക്കുകയല്ല. എന്തൊക്കെയാണ് ഇവിടെ പണികളൊക്കെ ഉണ്ടായത്, എന്തൊക്കെയാണ്, പിന്നെ എത്ര ചിലവായി എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തിരക്കിട്ടിട്ട് ഞാൻ ഈ 2 ഗ്ലാസ് വെള്ളം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം. കുറേ സൺസ്ക്രീനുകളുണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വെള്ളത്തിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം നല്ല സൺസ്ക്രീൻ ഏതാണ്. ഈ ഗ്ലാസ്സിൽ നമുക്ക് ഗുഡ് വൈബ്സിൻ്റെ സീക്ക സൺസ്ക്രീൻ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് വേറൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, സീക്ക സൺസ്ക്രീൻ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നു അല്ലേ. ഇതേപോലെ തന്നെ ഇത് നമ്മളെ സ്കിന്നിലും അലിഞ്ഞു ചേരുക. ഇത് നമ്മളെ സ്കിന്നിന് പോഴ്സ് ഒന്നും അടക്കൊന്നും ചെയ്യില്ല. മുഖക്കുരു ഉണ്ടാവാൻ സാധ്യതയുള്ളതും എണ്ണമയുള്ള ചർമ്മക്കാർക്കൊക്കെ നല്ല അനുയോജ്യമായ സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഇതിന്റെ ടെക്സ്ചർ നോക്ക് നല്ല സ്മൂത്ത് ആണ് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ഇത് നോൺ ഗ്രീസി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ SPF 50 PA 4+ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും സ്കിന്നിലേക്ക് ഇങ്ങനെ മെൽറ്റായി ചേർന്നുകൊണ്ട് തന്നെ ഹെവി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കണ പോലെ ഒന്നും ഫീൽ ചെയ്യൂല. ഇതിന്റെ മുകളിൽ സാധാരണ പോലെ നമുക്ക് മേക്കപ്പ് ഇട്ടാലും ഓക്കെയാണ്. എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അതും വെറും 200 രൂപയിൽ താഴെ. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ purple.com വാങ്ങിക്കാം. ഈ ഓഗസ്റ്റ് 2 ഗുഡ് വൈബ്സിന്റെ പ്രോഡക്റ്റ് എല്ലാം പർപ്പിൾ ഐ ഹെഡ് ബ്യൂട്ടി സെയിൽ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഡക്റ്റുകൾ വാങ്ങിക്കോളൂ. ഇന്ന് ഇക്കാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഇക്കാൻ്റെ സ്പെഷ്യൽ ബിരിയാണി. സ്പെഷ്യൽ ബിരിയാണി അല്ല, ഒന്നും പറയാത്ത ബിരിയാണി. നമ്മളെ അടുക്കളക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. പഴയ അടുക്കള അല്ലേ, പഴയ അടുക്കള. അതൊന്നും പെയിന്റ് പണിക്കാർ പോയിട്ടില്ല കേട്ടോ. ഒരു മോളിലുണ്ട്, ഓല് ഞങ്ങൾ താഴത്തേക്ക് ഇറക്കി വിട്ട്. അപ്പൊ ഞങ്ങൾ താഴത്തെ സെറ്റായി. ഓലിക്ക് ഇന്ന് ബിരിയാണി കൊടുക്കണം. പണി കഴിയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഓല് മേലെ പണി കാരണം ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടു, താഴത്തേക്ക് പോയിക്കോളി പറഞ്ഞാണ്ട് ഇറക്കി വിട്ടുകയാണ്. ഓലിക്ക് ഇന്ന് ലാസ്റ്റ് ആണ്. അപ്പോൾ ഓലിക്കൊരു ബിരിയാണി ഫിനിഷിംഗ് വർക്കാണ് ഇപ്പൊ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഓല് നല്ല ആത്മാർത്ഥമുള്ള പെയിന്റ് പണിക്കാരാണ്. പണി നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. അതെ, നല്ല ഫിനിഷിംഗ്, നല്ല ഫിനിഷിംഗ് പണിയാണ്. അതായത് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഓലിക്കന്നെ ഉണ്ട്. അത് ഇങ്ങനെ നല്ലപോലെ അങ്ങനെ ചെയ്യണം. നമ്മൾ ഓരോ പണി ഇങ്ങനെ കാണുമ്പോൾ ഓല് ഇങ്ങോട്ട് പറയും അത് അവിടെ ഇങ്ങനെ വൃത്തികേടാണ്, ഇവിടെ ചെയ്യാം അവിടെ ചെയ്യാന്ന് പോലെ. ബിമേഷും കണ്ണനും ഓലെ രണ്ടാളി പേരാണ്. ബിമേഷും കണ്ണനും. ബിമേഷ് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പോയാക്കുമ്പോണ്ട് പോലെ കടന്നിട്ടാ പെയിന്റ് അടിക്കില്ല. അപ്പൊ ഞാൻ കടന്നിട്ട് ഇവിടെ കുറച്ച് റിസ്ക് ആണ്. നമ്മളാ കോർണർ വിൻഡോ ഉണ്ടല്ലോ,
അതിൻ്റെ ആ മറ്റേ അരുവിലായിട്ട് അടിക്കണമെങ്കിൽ കിടക്കണം. അങ്ങനെ ഇന്നലെ പണിക്കാർക്ക് ബിരിയാണി കൊടുത്ത് ഞങ്ങളും ബിരിയാണിയും കഴിച്ച് അങ്ങോട്ട് കടന്നതാട്ടോ. നല്ല മയക്കം, കുറേ ദിവസത്തെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നലെ നല്ല മയക്കായിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഒഴിവുപോലെ കേട്ടോ വീഡിയോ എടുക്കുക, എന്നും എപ്പോഴും എല്ലാതും അങ്ങനെ വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യലില്ല. നമുക്ക് ലൈഫും വേണ്ടേ. അപ്പോൾ ഇന്നലെ ക്ഷീണം വന്നപ്പോൾ അങ്ങനെ കടന്നു. പിന്നെ ഒക്കെ വൃത്തിയാക്കണമെന്നൊക്കെ വീഡിയോ എടുക്കണം എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വൃത്തിയാക്കൽ നടക്കൂല, അപ്പോൾ വീഡിയോ ഒക്കെ ആകുമ്പോൾ ശരിയാവില്ല എന്ന് വെച്ചിട്ട് അതേ ഞാൻ അതൊന്നും ഇതാക്കിയില്ല. അവിടുന്ന് എല്ലാ കൊടുത്ത സാധനങ്ങളും ഇവിടെ പഴയ പോലാണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളൊരു രീതിക്ക് പുതിയതാക്കിയിട്ടുള്ള ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാ. കാണിച്ചു കൊടുക്കുക യാമി, നമ്മൾ എന്തൊക്കെ പണികളാ കഴിച്ചു എന്നൊക്കെ കാണിച്ചു കൊടുക്കുക. മോടുത്തപ്പോ ഓളെപ്പഴാ വന്ന് വൈകുന്നേരോ? അതെ അല്ലേ. ഉണ്ണിയപ്പം ഇത്ര ആന്റി കൊടുന്ന ഉണ്ണിയപ്പം അതാണ് ഇപ്പൊ കൊടുന്നട്ടോ. ഇപ്പടെ കയ്യേക്ക് നോക്കണ്ടോളേ എന്തേലും കൊടുന്നിക്കണോന്നേ. ഇപ്പൊ കൊടുന്ന ഇതാണ് ഇട്ടാ ഉണ്ണിയപ്പം. ഞാമി അപ്പത്തിന് ഇപ്പൊ വന്നു, അപ്പത്തിന് ഇതാ കൊറിയറുകൾ വന്നു. ഞാൻ പറഞ്ഞേ ഇനി കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിനൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഹോം ടൂറൊക്കെ കാണിക്കാട്ടോ. കുറേ കുട്ടികൾ പറയുന്നുണ്ട് ഹോം ടൂർ കാണിക്കണം എന്നൊക്കെ. എല്ലായിടും നീറ്റാക്കി വെച്ചിട്ട് ഇതാ ഈ ടേബിളിന് മുഴുവനും എനിക്ക് അറേഞ്ച് ചെയ്തേണ്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മേക്ക് ഓവറും ഹോം ടൂറും ഒക്കെ ആയിട്ട് കാണിക്കാം. അപ്പോൾ അതൊക്കെ കൂടി ഒരു വീഡിയോ ഉണ്ടാകുമ്പോൾ വീഡിയോ വലിയതായി പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ ചിലവുകളാണ് വന്ന് ഇപ്പം ഇങ്ങനെ വാതിൽക്കട്ടില വെക്കേണ്ടവരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയായി അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടൊരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രാത്രി ആയിട്ടോ. ഏതാ അപ്പൊ ഫോൺ വിളിയും കിട്ടാണ്. രണ്ട് ഫോണോ എന്ത് കിട്ടിയാലും ഫോണാ. ഒരു പേപ്പർ കിട്ടിയാലും കാണാം ഫോണ് പോലെ. ഞാൻ കുറച്ച് ബിസിയാണ്. ഫോണൊന്നും കളിക്കാൻ പറ്റൂല കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ധാരാളിത്തം കാട്ടിയിട്ട് വീട് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നല്ല കേട്ടോ. മെയിനായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാതിൽ കട്ടിലുകളൊക്കെ ആകെ ചെതല് വന്നിരുന്നു കേട്ടോ. ഈ വാതിൽ കട്ടിലുകളും ഈ വീട് നല്ല വൃത്തിയിലൊക്കെ ഉണ്ടാവുക. കാരണം ഞാനതൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ടും പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടും ഒക്കെ വൃത്തിയിലാണ് കൊണ്ടുനടക്കുക. അങ്ങനെയുള്ളൊരു വീടൊക്കെ പൊളിച്ചിട്ട് കണ്ടപ്പോഴേ എല്ലാവരും ഇങ്ങനെ വെറുതെ എന്തിനാ പൊളിച്ച് അങ്ങനെ ചോദിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ ചെതല് പൊളിച്ചിട്ട് ആകെ ഇതായിരുന്നു. ഇതും ഈ വാതിലൊന്നും തുറക്കാനേ പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം ഇത് ആടിയിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ അത് നേരാക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ജനലും അല്ലേ 5 ഇതുപോലത്തെ വാതിൽ കട്ടകളും പിന്നെ ആ മെയിൻ ഡോറിന്റെ കട്ടിലയും മാറ്റിയിട്ടു. അതൊക്കെ ചെതല് പിടിച്ചിരുന്നു. ഈ വാതിൽ കട്ടിലുകളും പിന്നെ അതുപോലെ റൂമുകളിലത്തെ ജനലുകളും ഇതായിരുന്നു കേട്ടോ, ചെതല് പിടിച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ ഇതാ പുതിയതാക്കിയതാണ് കേട്ടോ. വാതിൽ കട്ടിലൊക്കെ 3500, ജനൽ കട്ടിലൊക്കെ 4000 സംതിങ്. പിന്നെ മെയിൻ ഡോറിന്റെ കുറച്ച് വീതി ഉള്ളതാണ് കേട്ടോ. അതിന് 8000 രൂപയാണ് ആയത്. ഷെഫ് കുട്ടനെ കാണിച്ചെടുക്കി. ഓനെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഷെഫ് മോനും യാമിക്കുട്ടിയുള്ള ബോണ്ട് കാണാറില്ല, നമ്മൾ തമ്മിലുള്ള ബോണ്ട് കാണാൻ ചെറിയ കുട്ടിയൊക്കെ വന്നപ്പോ അന്നെ ശ്രദ്ധിക്കണില്ലേ, ബൂബുക്കൂട്ടനെ ശ്രദ്ധിക്കണില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ ഷെഫ് മോൻ ഇത് അവിടെ ഉണ്ട് അങ്ങനെ. ഓന് കുറേ തിരക്കുള്ള അവന്റെ തിരക്കുകളും ഇതും ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തരുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അല്ലെ, വിശേഷങ്ങളൊക്കെ. അപ്പോലൊക്കെ ആയിരിക്കും കല്യാണമാണ് എന്ന്. എനിക്ക് എന്താ പ്രേക്ഷകരോട് എന്നെ പറയുമ്പോൾ ഒരു കുറേ ആയി കണ്ടത്. പണ്ട് ഒരു ഷെഫ് മോനെ എന്ന് വിളിച്ച് നടക്കുന്ന സമയത്ത് കണ്ടതാ. യാമിക്കുട്ടിന്റെ മറവിൽ പോകുമ്പോൾ അതൊക്കെ ഒഴിയാൻ കേട്ടോ. പൊതുവെ എനിക്ക് സത്യത്തിൽ വീഡിയോയിൽ വരുന്നതൊന്നും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. മറ്റുള്ള ഇരിക്കണൊക്കെ നല്ല ശ്രദ്ധിച്ച് ആദ്യാക്ഷര ABCD പഠിപ്പിക്കാക്ക. സി വളരുക നല്ല ശ്രദ്ധയില. ഇരുമ്പിന്റെ ആക്കിയിട്ട് പെയിന്റ് ഒക്കെ അടിച്ചാ അങ്ങനെ തുരുമ്പൊന്നും വരൂല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കർട്ടനൊന്നും ഇനി ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി കർട്ടൻ ഫിറ്റ് ചെയ്യുന്ന ആള് വരുമ്പോഴതൊക്കെ ഫിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ ജനൽ കട്ടിലും വാതിൽ കട്ടിലും ഒക്കെ മാറ്റണം എന്ന് എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും ഇതൊക്കെ പൊളിയോ, അതൊന്നും പറ്റൂല എന്നാണ് ഞാൻ വിചാരിക്കും. ഇനി എന്താ കാട്ടുന്നത്, ഇതൊക്കെ പൊളിയോ എന്നൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പൊളിയലൊന്നുമില്ല. അപ്പുറത്തുനിന്നാണ് ഓല് എടുക്കുക. അപ്പൊ അവിടെ ആ ചുമര് ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ് വരും. അതേപോലെ ഈ ടൈൽസ് പോലെ ഇളക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചേക്കായിരുന്നു. ഇത് ഇളക്കാതെ എടുക്കുക. പക്ഷെ ഇവിടെ ടൈൽസ് പണിക്കാരന് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഉള്ളത് ഇളക്കിയെന്ന് മാത്രം. എന്നിട്ട് പിന്നെ ടൈൽസ് പണിക്കാരന് ഇത് ഫിറ്റ് ചെയ്ത് തരാട്ടോ ചെയ്തത്. വലിയ വൃത്തികേടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ
മാറ്റി കിട്ടും. പക്ഷെ 4000-3500 കട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞാലും തേപ്പിന്റെ പണി വരും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മെറ്റൽ കോൺക്രീറ്റ് നടക്കണം, പിന്നെ അത് പെയിന്റ് ചെയ്യണം, പിന്നെ ആശാരികളെ വിളിച്ചിട്ട് ഈ ജനലൊക്കെ അതിന്റെ പാകത്തിനാക്കി. അതൊക്കെ ഒരു എക്സ്ട്രാ ചെലവുകൾ വരും കേട്ടോ. ഞങ്ങൾ എന്താ കണക്കൂട്ടി 3500 രൂപയ്ക്ക് 5 കട്ടില, അപ്പൊ അതങ്ങനെ കണക്കൂട്ടി ഇത്രയൊക്കെ വരുള്ളൂ അങ്ങനെ വിചാരിച്ച്. പക്ഷെ പണി കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു ചെലവായി. മൊത്തം വാതിൽക്കട്ടിലും ഇതും ഒക്കെ കൂടി മാറ്റാൻ എത്ര ആയി? ആ സമയത്ത് എന്തായാലും വാതിൽക്കട്ടലിന്റെ ഈ മെറ്റീരിയലിന്റെ ഇരുമ്പിന്റെ പണിക്കാരൻ വന്ന് കാണല്ലോ. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, എനിക്ക് ഈ വീട് ഇരുന്ന സമയത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റീലിന്റെ ഈ ഇതിങ്ങനെ കാണുമ്പോൾ വേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു തോന്നൽ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഒരു 16,000. അപ്പൊ ഞാൻ ഓക്കെ എത്ര ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്, ആദ്യത്തെ സ്റ്റെയർ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു കമ്പിയൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പീസേ ആവശ്യമുള്ളൂ. ഇതിപ്പോ 16,000 എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ പെയിന്റ് അടിക്കാനും എക്സ്ട്രാ ചെലവ് വന്നിട്ടുള്ളൂ. ചെറുതായിട്ട് 1-2 ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ആദ്യത്തെ കോല എടുത്തതും ഇവിടെ ചെറിയ പൊട്ട്, അങ്ങനെ മേലും കുറച്ച് പൊട്ടുകൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ടൈൽസ് പണിക്കാരൻ ഓൾറെഡി ഉള്ള കാരണം അതൊക്കെ അങ്ങനെ നേരാക്കി തന്നു. അങ്ങനെ ഈ വാതിൽക്കട്ടിലിന്റെയും ജനലിന്റെ ഇതിന്റെയും ഒക്കെ കൂടി പോലെ പണിക്കൂല കൂടി ഒരു 86 സംതിങ് ആണ് ആയത് കേട്ടോ. അപ്പൊ ഇത് മാത്രമുള്ള ഒരു അധികമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാത്റൂമുകളൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പുതിയതാക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബാത്റൂമിൽ പഴയ അപ്പോക്സിയും അതേപോലെ വാട്ടർ പ്രൂഫും ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ ലീക്കേജ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചുമരുകളും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതാ ബാത്റൂമിന്റെ ടൈൽസുകളൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റുക, പുതിയത് ഒട്ടിക്കുക, അത്രേ വിചാരിച്ചിരുന്നുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ 2 ബാത്റൂം കിട്ടോ. അപ്പൊ നോക്കുമ്പോൾ ബാത്റൂമിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽസ് ഒക്കെ പൊളിച്ച് ഇതാക്കിയപ്പോഴത്തേനും ചുമര് ഫുള്ള് പൊളിഞ്ഞു കേട്ടോ. വെട്ടുകല്ല് ഫുള്ള് കാണാൻ തുടങ്ങി. അപ്പൊ ആദ്യമൊക്കെ തേപ്പ് വന്നു. അപ്പൊ നമുക്ക് ക്ലോസറ്റ് എന്നാ ചുമരുമെന്നുള്ള ക്ലോസറ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാക്കി. അപ്പൊ പിന്നെ മൊത്തത്തില് എന്താ ബാത്റൂമിന്റെ എല്ലാ ഫിറ്റിങ്സും ഒക്കെ മാറ്റി. അങ്ങനെ 2 ബാത്റൂമും മൊത്തത്തിൽ മാറ്റിട്ടോ. അതിന് ടൈൽസിന്റെ പുറമെ തേപ്പ് പണിയും അങ്ങനെയൊക്കെ വന്നു. അപ്പൊ അതൊക്കെ ഒരു എക്സ്ട്രാ പൈസ ആയിട്ട് തന്നെ കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും അതിന്റെ ആള് വന്നതാണല്ലോ. അപ്പൊ സിറ്റ് ഔട്ടിത്തെ തിണ്ട് ഇങ്ങനെ പൊട്ടിയിരുന്നു അടിയിൽ. അതേപോലെ എനിക്ക് ഓപ്പൺ സിറ്റ് ഔട്ട് വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊരു അധികമായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ സിറ്റ് ഔട്ട് പൊളിച്ചപ്പോഴാണെങ്കിലോ അതിന്റെ തിണ്ട് പൊളിച്ചപ്പോൾ അതിന്റെ ചുമര് പൊളിഞ്ഞു. മൊത്തത്തില് ടൈൽസും ഒക്കെ ഇട്ടിട്ട് മാറ്റേണ്ടി വന്നു. അപ്പൊ അതൊക്കെ ഒരു എക്സ്ട്രാ ആയി. എന്തേ അപ്പൊ ഇതിന് നാടക നടി വന്നിട്ടുണ്ട് കേട്ടോ. എന്തേലും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ാക്ക. എന്തേ അന്നെ പരാതി പറഞ്ഞിട്ടല്ലോ വന്നത്? എന്റെ ഇക്കാക്ക എന്താ കാട്ടി ആമിക്കുട്ടി നിക്കാക്ക എന്താ കാട്ടി? അങ്ങനെ സിറ്റ് ഔട്ട് ഓപ്പൺ സിറ്റ് ഔട്ട് ആക്കി. അതേപോലെ ഈ വാഷ് ബേസിന് കുറച്ച് പഴയ മോഡലായിരുന്നു കേട്ടോ. ആ ഗ്ലാസിന്റെ പച്ചപ്പായിരുന്നു. നമ്മൾ ചില്ല് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് മേടിച്ചിട്ട് കുറേ കഴിഞ്ഞൊരു പച്ചപ്പ് വരുമല്ലോ, അപ്പോൾ ഒരു പച്ചപ്പായിരുന്നു. കഴുകിയാലൊന്നും വൃത്തിയില്ലാതായിരുന്നു. പിന്നെ ആമിക്കുട്ടി അതിൻ്റെ അടിയിൽ പോയി മാന്തലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വാഷ് ബേസിനൊന്ന് മാറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ ഷെഫ്കുട്ടൻ പറഞ്ഞു ടൈൽസ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടൈൽസൊക്കെ മാറ്റി ഈ ഒരു ഏരിയ മൊത്തത്തിലാണ്ട് മാറ്റിയെടുത്തു. ടൈൽസുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു 71,000 ആയിട്ടോ. ബാത്റൂമിട്ട ടൈൽസിന് 70 സംതിങ്, സിറ്റ് ഔട്ടിന് 100 സംതിങ്, പിന്നെ ഈ ഒരു ടൈൽസിന് 98 അങ്ങനെ എന്തോ റേറ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ടൈൽസുകളൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ സിറ്റ് ഔട്ടും വാഷ് ബേസിനും ബാത്റൂമുകളും ഒക്കെ നേരാക്കാൻ വേണ്ടി കൂലി ഒരു 40 സംതിങ് ആയി. പിന്നെ സിമെന്റും ഇതും ഒക്കെ എക്സ്ട്രാ. അപ്പൊ ടൈൽസുകാർക്ക് വേറൊരു പണി കൂടി കൊടുത്തു കേട്ടോ. ഇവിടെ സ്റ്റൗവ് ആയിരുന്നു, ഇവിടെ സിങ്കും ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഈ അടുക്കള ഉപയോഗിക്കലില്ല. അപ്പൊ അത് കാരണം ഈ അടുക്കളയിൽ വെറുതെ ഇവിടെ ഒരു സ്ഥലം വേസ്റ്റ്. ഇങ്ങനെ ഒരു സാധനം ഇവിടെ വെക്കാനില്ല. അപ്പൊ ഇവിടെ ഒരു കുഴി, ഇവിടെ ഈ സ്റ്റൗവ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ സിറ്റ് ഔട്ട് പൊളിച്ച ആ ഒരു തിണ്ടിന്റെ കഷ്ണം ഇവിടെയും കൊടുന്നിട്ടു ഗ്രാനൈറ്റ്. ഇതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വർക്കുകൾ ചെയ്യാം. ചിലവരൊക്കെ ഇതേപോലത്തെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലോ, ഈ സിങ്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ട കുറേ വീട്ടമ്മമാരുണ്ടാവുമല്ലോ. ഞാനീ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്. തയ്യാമിക്കുട്ടി അടുക്കളപ്പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നു, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് എടുത്ത ഗ്രാനൈറ്റ് ആണ് കേട്ടോ നമ്മളെ വാഷ് ബേസിന്റെ ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ടൈൽസുകാരന്റെ പണി ഉണ്ടായി. ഈ വാതിൽ കട്ടിലകളൊക്കെ എടുക്കുമ്പോഴും എല്ലാതൊന്നും പൊളിയില്ല, പക്ഷെ ഇവിടെ ഒക്കെ ഓരോരോ പൊട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തേക്കാൻ ആള് വരണം. അതേപോലെ ബാത്റൂം പൊളിച്ചപ്പോ ആള് വരണം. അപ്പൊ അങ്ങനെ തേപ്പുകാരൻ വന്നു. അപ്പൊ ഏതായാലും തേപ്പുകാരൻ വരല്ലേ എന്നും പറഞ്ഞിട്ട് ഇതാ ഇവിടെ ചുമരൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിരുന്നു കേട്ടോ. ഇവിടെ TV wall ആക്കിയിട്ടൊരു വേറെ കളർ. അപ്പൊ ഇവിടെ ചെറിയതാണല്ലോ, അപ്പൊ ഇവിടെ വേറെ വേറെ കളറുകൾ അങ്ങനെയൊക്കെ ആകുമ്പോ ഒരു ഇടുക്കം ഫീൽ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ പൊളിച്ച് പ്ലെയിൻ ചുമരാക്കിയിട്ട് അതൊക്കെ തേച്ച്, അതേപോലെ ഇതിനൊക്കെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ആകുമ്പോ ഒരു ഇടുക്കം ഫീൽ ചെയ്തു. പിന്നെ ഇതിന്റെ ആശാരിനെ കൊണ്ട് ഇങ്ങനെ മരത്തിന്റെ ബോർഡ് വെക്കണച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ പെയിന്റ് പണിക്കാർ ഒന്ന് പുട്ടിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയപ്പോ ഇനിയിപ്പോ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പണി അവസാനമാകുമ്പോൾ നമുക്ക് ചെറിയൊരു ക്ഷീണവും വരുമല്ലോ, അപ്പൊ അതങ്ങനെ നിർത്തി വെച്ചു. പിന്നെ സമയമില്ല. അപ്പൊ ഇതും ഒക്കെ അതൊക്കെ പൊളിച്ച് പ്ലെയിൻ ആക്കി. അങ്ങനെ തേപ്പ് പണിക്കാർക്കും നല്ലൊരു പണി ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ. ഇത് ഇടക്കിടക്ക് വന്ന് അഭിനയിക്കണോക്കിയൊക്കെ. എന്താണ് മാമിക്കുട്ടി,
എന്താണ് ഇക്കാക്ക എന്താ പറയണേ? ഇക്കാക്ക എന്താ ചോദിക്കണത് കൊടുക്കണില്ല തോന്നുന്നുണ്ട് അവൾക്ക്. അങ്ങനെ തേപ്പ് പണി ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ആവശ്യമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ ലൈറ്റ് കാണാൻ ഇങ്ങനെ വരുന്നു. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് കാണുമ്പോഴും അത് ഈ ചുമരുമ്പോഴൊക്കെ ഇങ്ങനെ ബൾബ് വള്ളി അതിൻ്റെ വയറ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഈ വള്ളിയും വയറും ഇതൊന്നും കാണാതെ ഒന്ന് വൃത്തിയായിട്ട് എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ സീലിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ സീലിങ്ങിൻ്റെ ആൾ വന്ന് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് ഒക്കെ പറഞ്ഞ് 1 ലക്ഷമോ 1 ലക്ഷത്തോളം വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. ആ 1 ലക്ഷം ഓക്കെ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ആ 1 ലക്ഷം മാത്രം പോരാ, പിന്നെ അത് പുട്ടിയിട്ടിട്ട് പിന്നെ അതിമ്മ വയറിങ് ചെയ്യണം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നല്ലൊരു ചിലവ് വരും. അപ്പോൾ ഷെഫ്കുട്ടൻ പറഞ്ഞു ഇപ്പം അതിന് സീലിംഗ് ആരും ചെയ്യണില്ല, ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഇതിമ്മ തന്നെ ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് വയറിങ് മൊത്തം മാറ്റിയിട്ട് പുതിയ വയറിങ് ആക്കിയതാ. ഇവിടെ ഒക്കെ കീറിയിട്ട് ലൈറ്റ് വെച്ചു. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് ചെയ്ത പോലെ തോന്നുള്ളൂ. അപ്പോൾ തോന്നുന്നു അല്ല അന്ന് സീലിംഗ് ചെയ്യുകയാണെങ്കിൽ ആകെ പെട്ടിരുന്നു. ഇപ്പോഴൊന്നും പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല, എക്സ്ട്രാ ചിലവും വരും. ഒക്കെ ഫുള്ള് പുതിയ വയറിങ് ആക്കിയിട്ടോ. ബാക്കി ചുമരുമുള്ള എല്ലാ ലൈറ്റിന്റെ കണക്ഷനും അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇപ്പൊ സൈഡിൽ എവിടെയും ഇതില്ല കേട്ടോ. എൻ്റെ വീടല്ല, എനിക്കുള്ള വീടല്ല റെഡിയാക്കി കൊണ്ടിരുന്നത്. ഇതാ അവൾക്കും ചിലപ്പോൾ ഞാൻ ഇവിടെ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേഗം കണക്ക് കൂട്ടുകയാണേ. മമ്മ പറയണ കണക്ക് ശരിയാണോ ഇല്ലേ? പോരാ. അപ്പൊ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് അടി മസ്റ്റാണ്. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞില്ലേ. അങ്ങനെ പിന്നെ ലാസ്റ്റ് എല്ലായിടത്തും വൈറ്റ് പെയിന്റ് അടിച്ചിട്ട്, ഈ വൈറ്റ് പെയിന്റിന്റെ പേര് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വൈറ്റ് അടിക്കുമ്പോൾ ശരിക്കും വൈറ്റ് അല്ല, കുറേ ഓപ്ഷൻസുകളുണ്ട് വൈറ്റിന്റെ കൂടെ ചെറിയ ടിന്റുള്ള കളറുകൾ കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഞാൻ ഇവിടെ എഴുതി കാണിക്കും, പറയാൻ ഓർമ്മയില്ല. ഏഷ്യൻ പെയിന്റ് ആണ് കേട്ടോ ഇവിടെ അടിച്ചിട്ടുള്ളത്. കുറച്ച് റേറ്റ് കൂടിയതാ തോന്നുന്നുണ്ട് അല്ലേ, 7000 സംതിങ് അങ്ങാണ്ട് 20 ലിറ്ററിന് അല്ലേ അങ്ങനെ വന്നിട്ടുള്ള ഒരു പെയിന്റ് ഒക്കെ അടിച്ചത്. അപ്പൊ അത് അടിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു കവറിങ് ഉണ്ട്. ഒരു പെയിന്റിന് തന്നെ പുട്ടിയിട്ടൊക്കെ അടിച്ച പോലെ ഉണ്ട്. പിന്നെ പെയിന്റുകാർ ഞങ്ങൾ പറഞ്ഞില്ലേ നല്ല ആത്മാർത്ഥതയുള്ള നല്ല പെയിന്റ് പണിക്കാരായിരുന്നു കേട്ടോ. ഓലക്ക് തന്നെ. അപ്പോൾ ഈ ഫാന് കുറച്ച് പഴകിയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ കുറച്ച് നമുക്ക് പെയിന്റ് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഓല ഇഷ്ടത്തിന് ആ പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയത്. ഇത് നമ്മൾ വീടിരിക്കുമ്പോഴത്തെ ഫാനാണ്, ആൻറ്റിയുടെ നാത്തൂൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു അത്. അങ്ങനത്തെ ഒക്കെ പണികളാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇപ്പം എല്ലാ പണികളും കഴിഞ്ഞ് ഒക്കെ വൃത്തിയായപ്പോൾ നല്ലൊരു ആശ്വാസം കേട്ടോ. ലൈറ്റിൻ്റെ പണിക്കൂലി മാത്രം ഇപ്പോൾ ഒരു 40,000-ഓളം വന്നിട്ടുണ്ടോ. ഇനിയും ലൈറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും ലൈറ്റുകൾ വരാനുണ്ട്. ലൈറ്റുകൾ ടോട്ടൽ എത്ര 40-30 ഒക്കെ ആയിട്ടുണ്ടാവും. കറക്റ്റ് കണക്ക് എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ചിലവുകൾ വന്നിട്ട്. ചിലവ് കറക്റ്റായിട്ട് പറയാനും പറ്റില്ല, കാരണം എല്ലാ പണിയും കൂടി മിക്സ് ആയിട്ട് പിന്നെ ഒക്കെ ഇങ്ങനെ അളന്ന് മുറിച്ച് എഴുതി അങ്ങനെയൊന്നും വെക്കണമൊന്നും ഉണ്ടാവും ചെയ്തിരുന്നില്ല. ടോട്ടൽ ഒരു കണക്കുകൾ ഇങ്ങനെ പറയാമെന്ന് മാത്രം. അങ്ങനെ യാമിക്കുട്ടിൻ്റെ വീടൊക്കെ വൃത്തിയൊക്കെ ആക്കി ഈ വീട്ട് ഒക്കെ ഇതാകുമ്പോൾ ഇപ്പോൾ ബുബുക്കുട്ടിന് ഇവിടെയാണല്ലോ കിടക്കുന്നത്. മോളിൽ നിന്നാകുമ്പോൾ പിന്നെ താഴത്തേക്ക് ഇങ്ങനെ നോക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ അടുത്താകുമ്പോൾക്ക് ഇങ്ങനെ പേടിയാവും കേട്ടോ പോവാൻ. ഓൻ്റെ അടുത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നും. ബൂബിൻ്റെ ഒച്ച കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നും ഒച്ച കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന പൂതിയാവുണ്ടാവുമോ അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ശബ്ദം ഇടുമ്പോൾ ഒക്കെ ഒരു ഇതാക്കാൻ. പക്ഷെ എന്നാലും അങ്ങോട്ട് പോയി നോക്കാനും എനിക്ക് വയ്ക്കൂല. പോവാന്ന് പറയുമ്പോഴും ഇടങ്ങാറാ. അങ്ങോട്ട് എപ്പോഴും ഇവിടെയും ഒക്കെ ഉണ്ടാവും. എപ്പോഴും തോന്നും അവിടെ നിന്ന് വരും ആ ചുവപ്പും വെണ്ണൂറും കളറിങ്ങനെ കണ്ണിൽ വരും. ഇത് പോണ സുഖമായിട്ട് അങ്ങനെയൊക്കെ കാട്ടാനാണോ ഈ വീട് പൊളിച്ചത് എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നും. എല്ലായിടവും ഒക്കെ അറേഞ്ച് ചെയ്ത് ഓരോ റൂമും ഓരോ സ്ഥലങ്ങളും ഒക്കെ മേക്ക് ഓവർ ചെയ്യാൻ കേട്ടോ. അപ്പൊ അതിനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെ യൂസ് ചെയ്യാനാണ്, എന്തൊക്കെ ചെയ്യാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചും കൊണ്ട് വീഡിയോകൾ ചെയ്യേണ്ട കേട്ടോ. അതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വീട് ക്ലീനിങ് പിന്നെ വീഡിയോ എടുക്കാതെ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ നിന്ന് നീളുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അന്ന പോലെ തന്നെ ഇത് പൊട്ടിക്കലും വീഡിയോ എടുത്തിട്ട് ചെയ്യാം എന്ന് പ്രേക്ഷകർക്കും കാണിച്ചു കൊടുക്കാം, ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതുകൊണ്ട് നീണ്ടു പോവുകയാണ് കേട്ടോ. എല്ലാവരും പറയില്ലേ വീട് പണി വെറുതെ എങ്കിലും വീടൊക്കെ പൊളിച്ച് ഇതാക്കി അങ്ങനെ. അപ്പോൾ വെറുതെ അല്ല, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ നമ്മളെ ആഗ്രഹങ്ങളും ഒക്കെ നടപ്പാക്കാനും ആണല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എപ്പോഴും ഓരോ പണികളും ഇതൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും. എല്ലാവർക്കും ഇഷ്ടം പോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസയും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. ഇവിടുത്തെ ഓരോ പണിക്ക് വാതിൽക്കട്ടിൻ്റെ ആളെ പേര് പ്രജീഷ്, ടൈൽസിൻ്റെ പണിക്കാരൻ റിനീഷ്, വയറിങ്ങിൻ്റെ പണിക്കാരൻ രാജേഷ്, തേപ്പിന് വന്നത് വിനീഷ്, പിന്നെ പെയിന്റിന് വന്നത് വിമേഷ്. ഒക്കെ ആണ് അറിയാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആശാരി വന്നിട്ടോ, അത് ബിജുവും. പിന്നെ മോളിൽ സീലിംഗ് ചെയ്തത് ദിലീപും അല്ലേ. ഇത്രയും പണിക്കാരെ സെറ്റാണ് ഞങ്ങൾ വീട് വൃത്തിയാക്കി തന്നത് കേട്ടോ. ഇനി ഷാസിൻ്റെ പണികളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ആ പണികളൊക്കെ ആയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. യാമിക്കുട്ടി പറഞ്ഞ അസ്സലാമു അലൈക്കും പറഞ്ഞ.